മഴ തോരും മുമ്പയുടെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പത്രം വായിച്ചതോടുകൂടി ബാലചന്ദ്രൻ്റെയും അവരുടെ കുടുംബക്കാരുടെയും മകൻ്റെയൊക്കെ സ്വഭാവം നാട്ടുകാർ തിരിച്ചറിയണേ. ഇറങ്ങി വാടാ സ്വർണ്ണക്കടക്കാരാ, ഉള്ളിൽ ഒളിച്ചിരിക്കണമെന്നേ എന്നൊക്കെ ചോദിച്ച് കല്ലെറിയലും വടിയെടുത്തെറിയലും. അങ്ങനെ ഒരു കല്ല് ജനലിൽ കടന്ന് അകത്തേക്ക് വീണ് അലീനയുടെയും കൃഷ്ണമോളുടെയൊക്കെ അടുത്തേക്ക് ചില്ലുകളൊക്കെ തെറിച്ച് വീണ് അവർ രണ്ടുപേരും പേടിച്ച് പരസ്പരം കെട്ടിപ്പിടിച്ച് വിറച്ച് നിൽക്കുകയാണ്. മറ്റാളാണെങ്കിൽ ഒന്നും അറിയാണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു. പുറത്തുള്ള ലോകം ഒന്നും അറിയണില്ല. വെറുതെ അതിൻ്റെ ഉള്ളിൽ ചാറ്റിങ്ങൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, കോളേജിലും പോകാൻ പറ്റില്ല. പിന്നെ എന്താ കാര്യം? അതുകൊണ്ട് തന്നെ അലീന ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റി വിഴുങ്ങാൻ വേണ്ടി മാത്രം പുറത്തേക്ക് വരുള്ളൂ. കൃഷ്ണമോളാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ചിട്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല, സ്കൂളിലും പോകാൻ പറ്റില്ല. ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ തോന്നിക്കിന് നമ്മുടെ കൃഷ്ണമോൾക്ക്. ഇനി എന്ത് ചെയ്യും? അച്ഛൻ ഹോസ്പിറ്റലിൽ, അമ്മ ഹോസ്പിറ്റലിൽ, ചേട്ടൻ ജയിലിൽ, ചേച്ചിനെങ്കിൽ ഒരാളിങ്ങനെ അലീന ചേച്ചിയും കൂടി ഇല്ലായിരുന്നെങ്കിൽ തൻ്റെ ജീവിതം എന്തായി പോയേനൊക്കെ ആലോചിച്ച് പാവം വിഷമിച്ച് തളർന്നിരിക്കുന്നത്. ഹോസ്പിറ്റലാണെങ്കിൽ വൈജയന്തിക്ക് ഒന്നും മനസ്സിലാവണില്ല. നാട്ടുകാരൊക്കെ വന്ന് വാതുക്കൽ വന്ന് എത്തിച്ചു നോക്കി പോകണ്. രോഗികളുടെ കൂട്ടിരിപ്പുകാരാണ് കൂടുതലും. വരും പോകും. ചിലവർ അബദ്ധത്തിൽ വന്ന് അറിയാത്ത പോലെ ഒന്ന് വൈജയന്തിയെ നോക്കി പുഞ്ചിരിച്ച് പരിഹസിച്ച് പോകുന്നുണ്ട്. എന്താണ് അർത്ഥം എന്നൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്തായാലും രോഹിത്തിൻ്റെ കാര്യം ഇത്ര വലിയ സീരിയസ് ആവും എന്നുള്ള കാര്യം വൈജയന്തിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വൈജയന്തി ഇവരിങ്ങനെ വന്നു പോകുന്നുണ്ടപ്പോൾ ഇങ്ങനെ ആ അന്തപ്പെട്ട് നിൽക്കായിരുന്നു. അപ്പോഴാണ് നേഴ്സ് വന്നു കഴിഞ്ഞിട്ട് പത്രം എടുത്ത് കഴിഞ്ഞിട്ട് കൊണ്ടു കൊടുക്കണത്. അങ്ങനെ പത്രം എടുത്ത് വൈജയന്തി ഇങ്ങനെ തുറന്ന വഴിക്ക് തന്നെ കാണുന്നത് തൻ്റെ മകൻ ഷർട്ടില്ലാണ്ട് നിൽക്കുന്നതും അഡ്രസ്സും പേരും വെളിപ്പെടുത്തതും 4 പേരും കൂടി +2 വിദ്യാർത്ഥിനെ കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്തതെന്നുള്ള വെണ്ടയ്ക്ക അക്ഷരത്തിലുള്ള വാർത്തയും കൂടെ കണ്ടതോടെ വൈജയന്തിയുടെ ചങ്ക് തകർന്നു പോകണ്. അത്ര നേരം ഉണ്ടായിരുന്ന അലീനനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷവും ചിരിയും പരിഹാസവും ഒക്കെ മുഖത്തുനിന്ന് നിമിഷ നേരം കൊണ്ട് മിന്നി മായണ്. അങ്ങനെ പിന്നെ അതുകൊണ്ട് കരച്ചിലാവണം. അതുകൊണ്ട് ഒരാളുടെ ദുഃഖം സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടാൻ പോകുന്നതെന്ന് നേഴ്സുമാരിങ്ങനെ അടക്കം പറയുന്നുണ്ട്. അത് നോക്കിയപ്പോൾ വളർത്തു ദോഷം എന്നല്ലാണ്ട് എന്ത് പറയാനാണ്? വലിയ പണക്കാരൊക്കെ അല്ലേ മക്കളെ വളർത്തി വഷളാക്കി വെച്ചേക്കണ്. കണ്ടില്ലേ ഒരു പെൺകുട്ടീനെ കൊണ്ടുപോയി പീഡിപ്പിച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടുന്ന് പരിഹാസം. വൈജയന്തിക്ക് ഓടി രക്ഷപ്പെടാൻ തോന്നി. മുഖത്ത് പത്രം വെച്ച് കഴിഞ്ഞിട്ട് പൊട്ടിക്കരയിന്. നേഴ്സുമാരും വൈജയന്തിനെ വെറുതെ വിട്ടില്ല. എന്തൊക്കെയായിരുന്നു ഇന്നലെ ആ അലീനനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ചിരിച്ചിരുന്ന ആളല്ലേ, ഇന്നിപ്പോൾ എന്തിനാ കരയണത്? നിങ്ങൾക്ക് ആശുള്ള വീട്ടിലെ ആൾക്കാരൊക്കെ അങ്ങനെയാണ്. മക്കളൊക്കെ അങ്ങോട്ട് അഴിച്ചു വിടും. കുറേ പണം പോക്കറ്റ് മണിയും കൊടുത്ത് വണ്ടിയും മേടിച്ച് കൊടുത്ത് ഇഷ്ടത്തിനനുസരിച്ച് ഡ്രസ്സ് കൊടുത്ത് സ്വർണ്ണക്കടയും ടെക്സ്റ്റൈൽ ഷോപ്പൊക്കെ ഉണ്ടല്ലോ. എങ്ങനെ വേണമെങ്കിലും അടിച്ചു പൊളിച്ച് ജീവിക്കാമല്ലോ. മകൻ്റെ കാര്യത്തിൽ ഇടപെട്ട് പോലും ഇല്ല. അങ്ങനെയാണ് എല്ലാ രക്ഷിതാക്കൾക്കും പറ്റണത്. അങ്ങനെ തന്നെയാണ്. മക്കളെ കാര്യമൊന്നും നോക്കൂല, നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞ് നേഴ്സുമാരും വൈജയന്തിയെ ക്രൂരമായി ഇങ്ങനെ വേദനിപ്പിക്കുന്നു. ഡിസ്ചാർജ് ചെയ്ത് പോയാലോ എന്ന് വരെയും തോന്നിപ്പിക്കുന്നു. നമ്മുടെ വൈജയന്തിക്ക് ഇങ്ങനെ പത്രം മുഖത്ത് വെച്ച് കഴിഞ്ഞിട്ട് പൊട്ടിക്കരയാണ്. അതേസമയം തന്നെ ബാലചന്ദ്രൻ നമ്മുടെ ഗോവർദ്ധനോട് പത്രം ചോദിക്കുന്നുണ്ട്. എടോ പത്രം താടോ എന്നൊക്കെ പറഞ്ഞ് അതിൽ കാര്യമായിട്ടൊന്നുമില്ല ബാലേട്ടാ, അതിലൊന്നുമില്ല എന്നിപ്പോൾ നീ പറഞ്ഞാലും എനിക്കറിയാം. അതിൽ എഴുതി പിടിപ്പിച്ചൊക്കെ എന്താണെന്ന്. അതിൽ അച്ചടിക്കണേക്കാളും മുന്നേ തന്നെ എനിക്കറിയായിരുന്നു അതിൽ വരാൻ പോണ വാർത്തകളൊക്കെ എന്താണെന്നുള്ള കാര്യം. ഞാനത് വായിച്ച് വിഷമിക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേ. അലീലാണെങ്കിൽ മൊബൈൽ കൊണ്ടുപോയത് ഞാനതൊക്കെ കാണുമെന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാവർക്കും അറിയാം എന്താണ് പത്രത്തിൽ എഴുതണതെന്നുള്ള കാര്യം. ഇനി അതൊന്ന് കണ്ടാൽ മാത്രം മതി. തന്നില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. ഇനി ബാലചന്ദ്രൻ്റെ മക്കൾക്കൊന്നും ഒരു ജീവിതം ഇല്ല. പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അഭിമാനവും ഒക്കെ പണയം വെച്ച് എന്ത് കാര്യം? കുറേ പണം ഉണ്ടായിട്ട് എന്താ കാര്യം? ഇനി പെരയുടെ ഉള്ളിൽ അടച്ചിരിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട് ബാലചന്ദ്രൻ. അതേ അവസ്ഥ തന്നെയാണ് അലീനയ്ക്കും. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇവരൊക്കെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നോ ഈ ഈ പ്രശ്നത്തിൽ നിന്ന് ഇനി എങ്ങനെ കര കയറുന്നോ ഒന്നും അലീനയ്ക്കും കൃഷ്ണമോൾക്കും അറിയില്ല. രണ്ടെണ്ണം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കിയും മിണ്ടിയും അങ്ങനെ അതിൻ്റെ ഉള്ളിൽ അവരങ്ങനെ ഇരിക്കുന്നു. അവർക്കും അതേ പത്രം വായിച്ചിട്ട് വീണ്ടും വല്ലാത്ത സങ്കടമാണ് വരുന്നത്. രേവതിക്കുട്ടീനെങ്കിൽ പത്രം വായിച്ചതോടുകൂടി തന്നെ രേവതിക്കുട്ടിയും മാമച്ചായനും ഗ്രേസമ്മയ്ക്കൊക്കെ ഭയങ്കര വിഷമാവാണ്. അലീന അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയല്ലോ. മോളെ അലീനനെ രക്ഷിക്കാൻ നമുക്കൊരു തരമില്ല. അവരെ ബന്ധുക്കളെ വിട്ട് വരികയില്ല എന്ന് പറയും. ചേച്ചി അതിൻ്റെ ഉള്ളിൽ നിന്ന് പെട്ടുപോയല്ലേ, ചേച്ചിക്ക് ഇങ്ങോട്ട് വന്നൂടെ എന്നൊക്കെ ചോദിക്കും രേവതിക്കുട്ടിയും. പറയും ഇല്ല മോളെ, എൻ്റെ ബന്ധുക്കളല്ലേ, എനിക്ക് വരുന്നതും ഇവർക്ക് വരുന്നതും എനിക്കൊരുപോലെയാണ്. അവരെന്നെ എങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നല്ലെങ്കിൽ അല്ല, പക്ഷെ എന്നെ സ്നേഹിക്കുന്ന 2 വ്യക്തികൾ ഈ വീട്ടിലുണ്ട്, അച്ഛനും കൃഷ്ണമോളും.
അവരുപേക്ഷിച്ച് എനിക്ക് ഒരിക്കലും വരാൻ പറ്റില്ല. എത്ര നാണക്കേടുണ്ടെങ്കിലും അവരൊപ്പം ഞാനും സഹിക്കും ഈ കുടുംബത്തിന് വേണ്ടി. പിന്നെ അമ്മ എന്നെ അറിയാണ്ടല്ലേ വെറുക്കണത്, അറിഞ്ഞവർ പക്ഷേ വെറുക്കില്ലായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ എനിക്കൊരു വിഷമമില്ല മോളെ, ഇവിടുന്ന് ഞാൻ വരാനും ആഗ്രഹിക്കുന്നില്ല എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് വിഷമം പറയുന്നു നമ്മുടെ അലീന രേവതിക്കുട്ടിയോട്. പിന്നീടും ഹോസ്പിറ്റലിൽ കാണിക്കുന്ന ഹോസ്പിറ്റലിലെ അവസ്ഥ ഇതേപോലെ തന്നെയാണ്. വൈജയന്തിരത്തേക്ക് ഇങ്ങനെ ഓരോരുത്തർ കാഴ്ചക്കാരായിട്ട് ഇങ്ങനെ വരുന്ന കാഴ്ച വസ്തുവിനെ പോലെ വൈജയന്തിക്ക് എഴുന്നേൽക്കാനോ ഓടാനോ പറ്റാത്ത രീതിയിൽ കിടന്നിങ്ങനെ പൊട്ടിക്കരയുന്നതാണ് കാണിക്കുന്നത്. കൊല്ലപ്പള്ളിയിലെ അവസ്ഥയും വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. പത്രം വായിച്ചതോടുകൂടി കമലയ്ക്ക് തല കറങ്ങണ പോലായി. തൻ്റെ മോൻ്റെ ഫോട്ടോ ആണ് വന്നിങ്ങനെ നിൽക്കുന്നത്, ഷർട്ട് പോലും ഇടാണ്ട്. കൊല്ലപ്പള്ളിയിൽ അതിപ്പോൾ കൈതക്കൽ മാളിക വീട്ടിൽ നമ്മുടെ ശിവശങ്കര മേനോൻ്റെ മകൻ എന്നൊരു തലക്കെട്ടോടുകൂടി എല്ലാം വായിച്ച് നമ്മുടെ കമലയ്ക്ക് കണ്ണൊക്കെ നിറയുന്നു. അമ്മയുടെ അഹങ്കാരമൊക്കെ അങ്ങോട്ട് കുറയണമെങ്കിൽ കുറയട്ടെ എന്ന് തന്നെ മനുവും വിചാരിച്ച്. മനു അതെ പത്രം വായിച്ചതിന് ശേഷം ജോലിക്ക് പോകാനോ ജോലി സ്ഥലത്ത് നിന്ന് വരുന്ന ഫോണോ ഒന്നും മനു എടുക്കില്ല. മനുവും ആകെ തകർന്ന് നാണം കെട്ടിക്കണ്. നമ്മുടെ കമലയുടെ സാമർത്ഥ്യം കാരണം കൊണ്ട് തന്നെ കമലയുടെ ബന്ധുക്കളും എല്ലാവരും വിളിച്ചിങ്ങായിട്ട് ഇങ്ങനെ വിശേഷങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നു. മോനെ വഷളാക്കി വളർത്തി വഷളാക്കിയതിനുള്ളതല്ലേ കിട്ടിയെന്നൊക്കെ ചോദിച്ചിട്ട്. ശിവേട്ടനും അതെ നാട്ടിലേക്ക് വരണം എന്നുണ്ട്, വരാനും പറ്റണില്ല, ലീവും കിട്ടണില്ല. അഥവാ വന്നാൽ തന്നെ എന്തായിരിക്കും അവസ്ഥ? റൂമിലുള്ളവരും ജോലിക്കാരും സ്റ്റാഫുകളും ഒക്കെ നമ്മുടെ ശിവേട്ടൻ്റെ പേരും വീട്ടുപേരൊക്കെ വായിച്ചതിൽ ഒരുപാട് മലയാളികൾ ഉണ്ടായതുകൊണ്ട് തന്നെ അവരെ മുന്നിലും നാണം കെട്ട് തൊലി ഉരിഞ്ഞ് നിൽക്കേണ്ടി വരുന്നു. ബോസിൻ്റെ മുന്നിൽ എല്ലാവരും മുന്നിലും ശിവനും നാണം കെട്ട്. അതുപോലെ തന്നെ രാജീവും അതുപോലെ തന്നെ നമ്മുടെ വെല്ലിച്ചനും ഒക്കെ വിളിക്കുന്നുണ്ട്, മനുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഇതിലാരും ഇടപെടില്ല. കാരണം നാറ്റ കേസാണ്, പെണ്ണ് കേസാണ്. അതും +2 പഠിക്കുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി, പോക്സോ കേസാണ്. അതുകൊണ്ട് തന്നെ ഒരാളും വന്നിട്ടും കാര്യമില്ല, വരാണ്ടിരുന്നിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും വരില്ല. ഫോണിൽ കൂടെ മാത്രം വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുകയാണ് ചെയ്യുന്നത് മനുവിനോട്. എന്തായാലും കമലയുടെ അഹങ്കാരത്തിനും ഒരു ശമനം കിട്ടുന്നു. കമല ആകെ തകർന്ന് വിചാരിച്ച പോലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് മനു ഇറക്കി കൊണ്ടുവരാത്ത മനു സഹകരിക്കാനാണ് മനുണ് രക്ഷിക്കാത്തതെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇരുന്നിരുന്നത്. അപ്പോൾ ഇപ്പം മനസ്സിലായി കമലയ്ക്ക് മനുവിൻ്റെ കയ്യിൽ നിൽക്കുന്ന കേസൊന്നല്ല. ശിവേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇത് വലിയ കേസാണ്. ഹരിശങ്കർ സ്നേഹിക്കുന്ന പെൺകുട്ടി തന്നെയാണ് എന്നാണ് പത്രത്തിൽ എഴുതിയിരുന്നത്. രോഹിത്തിൻ്റെ പേരൊന്നല്ല. ഹരി സ്നേഹിക്കുന്ന ഒരു വർഷത്തോളമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. എന്നിട്ട് കള്ളം പറഞ്ഞു കഴിഞ്ഞിട്ട് കൂട്ടുകാരന്മാരുടെ വീട്ടിൽ കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ ആണ്, കേക്ക് കട്ട് ചെയ്യാനുണ്ടെന്നും പറഞ്ഞിട്ടാണ് ഈ പെൺകുട്ടീനെ നുണ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോണതും. ഹരി എന്നെയാണ് ആദ്യം ഈ കുട്ടിയെ പീഡിപ്പിക്കുന്നതും അതിനുശേഷമാണ് കൂട്ടുകാരന്മാർക്ക് കാഴ്ചവെച്ചതും അതിലൊരാൾ ബന്ധുണെന്നുള്ള കാര്യവും ഒക്കെ അതിൽ വ്യക്തമായിട്ട് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കമലയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. മനു ഹരിശങ്കർ തന്നെയാണ് തെറ്റ് ചെയ്തിട്ടുള്ളത്, ബാക്കി എല്ലാവന്മാരെയും ഹരിശങ്കർ അതിലേക്ക് പെടുത്തിയിട്ടുള്ളതാണെന്നും കമലയ്ക്ക് മനസ്സിലായി. എല്ലാം വായിച്ച് നെഞ്ച് തകർന്നു പോകുന്നുണ്ട് കമലയ്ക്കും.